മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. നമസ്കാരം. മനസ്സിൻ്റെ കാണാപ്പുറങ്ങളുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാഞ്ചീരവും റേഡിയോയ്ക്കൊപ്പം സൈക്കോളജിസ്റ്റ് ഗ്രീഷ്മ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് രാധാകൃഷ്ണൻ ചേട്ടനാണ് കത്തയച്ചിട്ടുള്ളത്. മെസ്സേജ് അയച്ചിട്ടുള്ളത് പാരൻറ്റിങ്ങിനെ പറ്റിയാണ്. പാരൻറ്റിങ് ഇന്നത്തെ കാലത്ത് കുറേ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ഭാഗത്തുനിന്നായാലും പാരൻസിൻ്റെ ഭാഗത്തായി കഴിഞ്ഞാലും. അപ്പോൾ പാരൻസിനെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഴയ കാലവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് വന്നു. അപ്പോൾ എന്തൊക്കെയാണ് പാരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമുക്ക് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പാരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു രക്ഷകർത്തൃത്വം എന്ന് പറയുമ്പോൾ, ആരാണ് പാരൻസ്, ആരാണ് കുട്ടി? നമ്മളെപ്പോഴും കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കുട്ടികളെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും 18 വയസ്സിന് താഴെയുള്ള ആളുകളാണ് അല്ലേ. ഇപ്പോൾ പാരൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ നോക്കാൻ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ആരാണോ രക്ഷകർത്താവായിട്ട് ആ കുട്ടിയുടെ ഗാർഡിയനായിട്ട് നിൽക്കുന്നത്, അവരെയാണ് നമ്മൾ രക്ഷകർത്താവ് എന്ന് പറയാറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പാരൻസ് എന്ന് പറയുന്നത്. കാരണം ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് പേപ്പർ പോലെയാണ്, അല്ലെങ്കിൽ ഒന്നും എഴുതാത്തൊരു സ്ലൈറ്റ് പോലെയാണ്. ആ കുട്ടിയുടെ ഒന്നുമേ ഇല്ല. ബാക്കി ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ റോൾ വഹിക്കുന്നത് പാരൻസ് തന്നെയാണ്. കാരണം ഒരു കുട്ടി ഏതെങ്കിലും ഒരു ക്രൈമിലേക്ക് പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂലേക്ക് പോയെങ്കിൽ അതിൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് തന്നെ അവിടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ചെറുപ്പം തൊട്ടിട്ട് തന്നെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസിനാണ് ശരിക്കും അവിടെ ഒരു മേജർ റോളത്. കാരണം ഒരു കുട്ടീനെ ആദ്യം തൊട്ടിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് പാരൻസാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കുട്ടീനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ മോൾഡിങ്ങിനെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ കുട്ടീനെ ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സ്റ്റേജ് മുതൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു കുട്ടീനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഏജ് 10 വയസ്സിന് താഴെ. നമ്മളെപ്പോഴും തമാശക്കാണെങ്കിലും പറയാറുണ്ട്, ചൊട്ടയിലെ ശീലം ചൊടല വരും. ശരിക്കും ഒരു തരത്തിൽ ഇത് ശരി തന്നെയാണ്. ഒരു കുട്ടീനെ ചെറുപ്പത്തിൽ നമ്മൾ എന്ത് കൊടുത്തു വളർത്തുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ ആ കുട്ടീനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും ആ കുട്ടിയുടെ ബാക്കിയുള്ള സ്വഭാവങ്ങൾ ഫുള്ളായിട്ടുണ്ടാവുക. അത് ആ കുട്ടിയുടെ ബിഹേവിയർ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ. ഒരു പരിധിവരെ കുട്ടിയുടെ ബിഹേവിയർ ഡെവലപ്മെൻറ്റ് മേ ബി ജന്മന അല്ലെങ്കിൽ ജനിതകപരമായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലതൊക്കെ എവിടേക്കോ സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു പരിധിവരെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ കുട്ടികളുടെ പാരൻസിൻ്റെ പങ്ക് ഭയങ്കര എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ടതാണ് പാരൻറ്റിങ് സ്റ്റൈലുകൾ. നമ്മളുടെ മെയിനായിട്ട് നമ്മൾ 4 തരം പാരൻറ്റിങ് സ്റ്റൈൽസിനെ പറ്റിയാണ് പറയാറ്. പക്ഷേ ഈ പാരൻറ്റിങ് സ്റ്റൈലുകളെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ റിയലൈസ് ചെയ്യാൻ പറ്റും, ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പാരൻ്റാണ്, അല്ലെങ്കിൽ ഈ രീതിയിലേക്കാണ് ഞാൻ എൻ്റെ കുട്ടികളെ അല്ലെങ്കിൽ കുട്ടീനെ നോക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാരൻറ്റിങ് രീതിയാണ് ഞാൻ ഇതുവരെ പാലിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ തരം പാരൻറ്റിങ്ങിന് നമുക്ക് അതോറിറ്റേറിയൻ പാരൻറ്റിങ് എന്ന് പറയാം. അതോറിറ്റേറിയൻ പാരൻറ്റിങ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉള്ളതുപോലെ തന്നെ എപ്പോഴും ഒരു അധികാരി അല്ലെങ്കിൽ ഒരു ഓണർ എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആണ് അതോറിറ്റേറിയൻ പാരൻറ്റിങ്. ഇത് പാരൻസ് എപ്പോഴും ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതായത് കുട്ടികൾക്ക് എപ്പോഴും ഡിമാൻഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ എപ്പോഴും കുട്ടികളെ പറ്റി ഹൈ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. അതുപോലെ എപ്പോഴും ഒരുപാട് റൂൾസ് കൊടുക്കുക, എപ്പോഴും കുട്ടിയുടെ മേലൊരു പവർ വയ്ക്കുന്ന ഒരാളായിരിക്കും. അവിടെ പൊതുവേ അവരോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു കെയറൊക്കെ ഭയങ്കര കുറവായിരിക്കും. എപ്പോഴും ഈ ഒരു ഡിമാൻഡിങ് ആയിട്ട് കൊടുക്കുക, അതുപോലെ പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കൂടുതലാണ്. അതാണ് അതോറിറ്റേറിയൻ പാരൻറ്റിങ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് പാരൻറ്റിങ് ആണ് പെർമിസീവ് പാരൻറ്റിങ്, അതായത് നോൺ ഡയറക്റ്റീവ് പാരൻറ്റിങ് എന്നൊക്കെ നമ്മളതിനെ വിളിക്കാറുണ്ട്. ഈ ഒരു ടൈപ്പ് പാരൻറ്റിങ്ങിൽ ബേസിക്കായിട്ടും കുട്ടികളുടെ മേലെ യാതൊരു തരത്തിലുള്ള സ്ട്രിക്ട്നെസ്സും ഉണ്ടാവില്ല, അവരുടെ ബേസിൽ ഒരു കൺട്രോളും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാരൻസ് അവിടെ ഭയങ്കര റെസ്പോൺസീവ് ആയിരിക്കും. അതായത് കുട്ടികളുടെ കാര്യത്തിൽ അതൊക്കെ ചെയ്യണം, ഇതൊക്കെ ഇന്നതാണെന്ന് പറഞ്ഞാൽ റെസ്പോൺസസ് ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷേ കുട്ടികളെ പറ്റി യാതൊരു തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള കൺട്രോളോ സ്ട്രിക്ട്നെസ്സോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ ഒരു കുറച്ച് റൂൾസൊക്കെ ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പാരൻറ്റിങ് ആണ് പെർമിസീവ് പാരൻറ്റിങ്. അതായത് അവിടെ പാരൻസ് ഡയറക്റ്റ് ആയിരിക്കില്ല, നോൺ ഡയറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. പിന്നെ ഒരു മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്. അതോറിറ്റേറ്റീവ് മീൻസ് ഒരു ആധികാരികപരമായിട്ടുള്ള, അതല്ലെങ്കിൽ ഒരു ഔദ്യോഗികപരമായിട്ടുള്ള എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ അതോറിറ്റേറിയൻ പാരൻറ്റിങ്ങും അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ പെർമിസീവ് പാരൻറ്റിങ്ങും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അത് ഒരു തരത്തിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റിയും സപ്പോർട്ടും അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാം കൊടുക്കും. അതുപോലെ തന്നെ
അതിനനുസരിച്ച് അവിടെ പാരൻസ് ഭയങ്കര റെസ്പോൺസീവായിട്ട് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതായത് അറ്റ് എ ടൈം സ്നേഹവും കൊടുക്കും, അതേപോലെ തന്നെ വേണ്ട രീതിയിൽ അവിടെ ഡിമാൻഡിങ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞതിൽ. പക്ഷേ എന്തായിരുന്നു, ഡിമാൻഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്നേഹം വളരെ കുറവായിരുന്നു. രണ്ടാമത് പറഞ്ഞതിൽ എപ്പോഴും കുട്ടികളെ ഓവറായിട്ട് ഡിമാൻഡിങ്ങേ കൊടുക്കാതെ ഓവർ കുട്ടികളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിടുമായിരുന്നു. അപ്പോൾ മൂന്നാമത് പറഞ്ഞതിൽ രണ്ടും ഈക്വലി ബാലൻസ് ചെയ്യുന്ന തരത്തിലാണ്. പിന്നെ ലാസ്റ്റ് ഒരു ടൈപ്പ് പാരൻറ്റിങ് ഉണ്ട്, നെഗ്ലക്റ്റഡ് പാരൻറ്റിങ് അല്ലെങ്കിൽ അൺഇൻവോൾവ്ഡ് പാരൻറ്റിങ് എന്നൊക്കെ പറയാം. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് ഉണ്ടെന്നേ ഉള്ളൂ, ബട്ട് പാരൻസിൻ്റെ യാതൊരു രീതിയിലുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ വാംത്ത് ആയിക്കോട്ടെ, സ്നേഹം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്ട്രിക്ട്നെസ് ആയിക്കോട്ടെ, ഒരു തരത്തിലും ഒന്നുമേ അവിടെ കൊടുക്കുന്നില്ല. പാരൻസ് ശരിക്കും ഒരു ആബ്സെൻ്റ്, അതായത് പാരൻറ്റിങ്ങേ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ്, അതായത് ഫുൾ ഒരു രീതിയിലും സൈലൻ്റ് ആയിട്ടുള്ള പാരൻസൊക്കെ ഉണ്ടാകുന്ന കേസിനെയാണ് നമ്മൾ നെഗ്ലക്ട്ഫുൾ പാരൻറ്റിങ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു 4 ടൈപ്പ് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഒരുപാട്, അതായത് നമ്മൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടിട്ട് കുട്ടി ജനിക്കുമ്പോൾ തൊട്ടിട്ട് നമ്മളൊരു പാരൻ്റ് ആവുകയാണ്, അല്ലെങ്കിൽ ഒരു അമ്മ പ്രഗ്നൻ്റ് ആകുമ്പോൾ തൊട്ടിട്ട് തന്നെ നമ്മൾ പാരൻസ് ആയി എന്ന് പറയാം. അപ്പോൾ തൊട്ടിട്ട് തന്നെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് അവെയർ ആവേണ്ടത് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാരൻറ്റിങ് സ്റ്റൈല് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ ഭയങ്കരമായി ബാധിക്കും. നമ്മൾ പെട്ടെന്നൊരു ദിവസം നമ്മുടെ കുട്ടി തെറ്റുകാരനാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കുട്ടിക്ക് ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആവലാതിപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ബേസ് തൊട്ടിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പറായിട്ട് കുട്ടിയെ കെയർ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടിക്ക് എന്ത് കണ്ടാലും ആകാശത്താമ്പിളി മാനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ റിസ്ക് എടുത്ത് പിടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പറിച്ചു കൊടുക്കാൻ റെഡിയായി നിൽക്കുകയായിരിക്കും. പക്ഷേ കുറച്ചൊന്നും വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അതിനോട് ഒരു കുട്ടിയുടെ ഒരു ദേഷ്യവും വാശിയൊക്കെ നമ്മൾ തന്നെ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇത്ര നീ വലുതായില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ എപ്പോഴും പാരൻസും കുട്ടിയും തമ്മിലൊരു ഈഗോ വരും, പിന്നെ അവിടെ കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ചാണക്യതന്ത്രത്തിലൊക്കെ ചാണക്യനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പണ്ടത്തെ ഒരു അത്രയും വലിയൊരു ഫിലോസഫറാണ്. ഇപ്പോൾ ചാണക്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചാണക്യതന്ത്രം എന്ന് തന്നെ, അല്ലെങ്കിൽ ചാണക്യൻ്റെ ഒരു ടെക്നിക്കായിട്ട് തന്നെ ചാണക്യൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ കുട്ടികളെ നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ 1 മുതൽ 5 വയസ്സ് വരെ നമ്മൾ കുട്ടിക്ക് നല്ല രീതിയിലുള്ള ലാളനയും പരിഗണനയും കൊടുക്കണം. കാരണം ആ സമയത്ത് കുട്ടീനോട് എന്ത് പറഞ്ഞിട്ടും എന്ത് അടിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നും കാര്യമില്ല, കുട്ടിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാനുള്ള ഒരു ഏജ് ആയിട്ടുണ്ടാവില്ല. അതേസമയം നമ്മളുടെ കുട്ടികളിലെ 5 മുതൽ 15 വരെയുള്ള വയസ്സ് കാലയളവിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ അച്ചടക്കം പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ആ ഒരു 15 വയസ്സ് കഴിഞ്ഞൊരു സമയമാണെങ്കിൽ അപ്പം എപ്പോഴും പാരൻസ് ഫ്രണ്ട്സ് ആയിരിക്കണം. കാരണം നമുക്കറിയാം 15 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പാരൻസിനേക്കാൾ ഇമ്പോർട്ടൻസ് ഫ്രണ്ട്സിനോടായിരിക്കും. അപ്പോൾ പാരൻസ് അവിടെ എന്തായിട്ടിരിക്കാൻ ശ്രമിക്കണം, അവർക്കൊരു ഫ്രണ്ട് റോളിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ ഒരു ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കുട്ടീനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. നമുക്ക് നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കര വാശി കാണിക്കാം, അല്ലെങ്കിൽ വികൃതി ഉണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലേണിംഗ് ഇഷ്യൂ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ പഠനപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, ഓട്ടിസം, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ചിലപ്പോൾ അവർക്ക് ബിഹേവിയറൽ, അതായത് സ്വഭാവപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണൽ, ചിലപ്പോൾ പാരൻസിൻ്റെ സെപ്പറേഷനോ സിംഗിൾ പാരൻറ്റിങ്ങോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെല്ലാം കുട്ടികളെ മാനസികമായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇമോഷണലി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മേ ബി നമ്മുടെ മക്കൾ ചൈൽഡ് അബ്യൂസ് നേരിടുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളോട് വന്ന് പറയാനുള്ളൊരു സ്പേസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും. അതായത് നമ്മളെപ്പോഴും ഒരു കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യലാക്കി വെക്കാനും, അല്ലെങ്കിൽ അവരോടൊരു ഇമോഷണൽ ബോണ്ടിങ് കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും ആസ് എ പാരൻറ്റിങ് നമുക്ക് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫുൾ ലൈഫും ജീവിച്ച് തീർക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത്, നമ്മൾ വർക്ക് ചെയ്യുന്നത് എല്ലാം കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. പക്ഷേ നമ്മളെന്ത് ചെയ്യില്ല, പലപ്പോഴും നമ്മുടെ കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യില്ല. നമ്മളെല്ലാം അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് പറയും, പക്ഷെ നമ്മൾ ഒരിക്കലും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ ഒരു കുട്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആസ് എ പാരൻ്റ്, അല്ലെങ്കിൽ ഒരു പാരൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് വേണം, അല്ലെങ്കിൽ അവരുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ കുട്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നല്ല പാരൻ്റായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ കുട്ടിയുടെ റോൾ മോഡലായിട്ടിരിക്കാൻ എപ്പോഴും പാരൻസ് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക്കായിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, കുട്ടികളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ കുട്ടികളോട് ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി സംസാരിക്കാൻ സമയം കണ്ടെത്തുക, കുട്ടികളെ എപ്പോഴെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരു ഫിലിമിനോ എന്തെങ്കിലും ഔട്ടിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിലേക്കൊക്കെ പോവുക. പിന്നെ ഒരു പാരൻ്റ് എന്ന നിലയ്ക്ക് മാക്സിമം കുട്ടികളെ എന്ത് ചെയ്യാതിരിക്കുക, അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എഗെയിൻസ്റ്റ് ചെയ്യാതിരിക്കുക.
അവരോട് നമുക്ക് ഇനി വല്ല കാര്യങ്ങളും ഇപ്പോൾ വേണ്ട അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് എഗെയിൻസ്റ്റ് ചെയ്യാതെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം എഗെയിൻസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് നമ്മളോടുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിൽ തന്നെ അത് കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാനുള്ള കാരണമാവും. നമുക്കറിയാം എപ്പോഴും എന്താണ് നമ്മൾ ജഡ്ജ്മെൻറ്റിലാവാതിരിക്കുക, അതല്ലെങ്കിൽ കുട്ടികളെ മാക്സിമം മറ്റൊരാൾ ഈവൻ നമുക്കറിയാം നമ്മുടെ കൈയും കാലും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി പോലെയല്ല നമ്മുടെ അയൽക്കാരൻ്റെ ബുദ്ധി ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ബോസിൻ്റെ ബുദ്ധി, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുടെ ബുദ്ധി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മാക്സിമം നമ്മുടെ മക്കളെ കമ്പയർ ചെയ്യാതിരിക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ട ഏറ്റവും നല്ല സ്കില്ലാണ് നേരത്തെ പറഞ്ഞതുപോലെ ആസ് എ ഫ്രണ്ട് എന്നുള്ള പോലെ തന്നെ നിങ്ങളുടെ കുട്ടിയെ കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. കുട്ടി ചെറിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഫുൾ A+ കിട്ടുമ്പോൾ നമ്മുടെ കുട്ടിക്ക് ചിലപ്പോൾ 9 A+ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു പോയൊരു A+ൻ്റെ പേരിൽ കുട്ടീനെ കുറ്റപ്പെടുത്താതെ ഉള്ളതിനെ അക്സെപ്റ്റ് ചെയ്യാനും അപ്രിഷ്യേറ്റ് ചെയ്യാനും പഠിക്കുക. നമ്മുടെ കുട്ടികളെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എന്ത് വരും, അവരുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് അത് കൂടും. അല്ലാത്ത പക്ഷം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാത്തതൊന്നും പുറത്തുനിന്ന് അവർക്ക് കിട്ടില്ല. അപ്പോൾ വീട്ടിൽ നമ്മൾ പാരൻസ് നല്ല രീതിയിൽ തന്നെ അവരെ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ആ ബിഹേവിയർ അവരിൽ കൂടാൻ സാധ്യത കൂടും. പിന്നെ അതുപോലെ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അറ്റൻഷനാണ്. അപ്പോൾ നമ്മളൊരു ആസ് എ പാരൻ്റ് ആ കുട്ടിക്ക് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ എവിടെയാണോ അറ്റൻഷൻ കിട്ടുന്നത് ആ കുട്ടി അവിടത്തേക്ക് എന്തായാലും തിരിയുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക. അത് കൂടാതെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു TV മേടിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു ഫോൺ നമ്മൾ മേടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ എല്ലാം നമുക്ക് കുട്ടികളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടെ എന്ത് ചെയ്യുക, കുട്ടിയുടെ ഒപ്പീനിയനും കൂടി നിങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അഭിപ്രായമുള്ള പോലെ നിങ്ങളുടെ കുട്ടിക്ക് അഭിപ്രായമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ഫോൺ വാങ്ങിക്കാൻ പോകണമെങ്കിൽ അവൻ പറയും iPhone വാങ്ങിച്ചാൽ മതി. ചിലപ്പോൾ നമുക്ക് iPhone വാങ്ങിക്കാനുള്ളൊരു ഫിനാൻഷ്യൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവൻ്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവൻ്റെ ഒപ്പീനിയൻ ചോദിക്കുക. അത് പറ്റില്ല എങ്കിൽ എന്താ ഇന്നത് കൊണ്ട് നമുക്കത് പറ്റില്ല എന്നുള്ള രീതിയിൽ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തത് മനസ്സിലാക്കി കൊടുക്കുക. അതിൽ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ കുട്ടികളെ എന്തൊക്കെയാണ് നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാതെ എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവരുടെ ഇമോഷൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരുടെ ഇമോഷൻസിനെ പരിഗണിക്കുമ്പോൾ മാത്രമേ അവർക്ക് നിങ്ങളോട് ഒരു അറ്റാച്ച്മെൻറ്റ് നന്നായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുക, മാക്സിമം എപ്പോഴും അവരെ ഷൗട്ട് ചെയ്യുന്ന ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അവരെ ഒന്ന് ചീത്ത പറഞ്ഞു, അറിയാതെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ ഇൻ കേസ് നമുക്ക് ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ്, നമ്മളൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. ചീത്ത പറഞ്ഞു എങ്കിൽ കൂടെ ആഫ്റ്റർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരെന്ത് ചെയ്യുക, ഒന്ന് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ അവരോട് സോറി കേട്ടോ, അപ്പോൾ അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നു, അല്ലെങ്കിൽ അച്ഛൻ നല്ല ദേഷ്യം വന്നു, അതുകൊണ്ടാണ് അങ്ങനെ റെസ്പോണ്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം കമ്പയർ ചെയ്യാതിരിക്കുക, അവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക. നീ ഇന്നത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ നീ പഠിക്കാത്തതുകൊണ്ടാണ്, അങ്ങനെ ബ്ലെയിം ചെയ്യാതെ നേരത്തെ പറഞ്ഞതുപോലെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യാനും അവരെ കമ്പൽ ചെയ്യാതിരിക്കുക. കമ്പൽ ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു മടുപ്പ് വരും. പിന്നെ അവരൊരിക്കലും ആ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോകണില്ല. അപ്പോൾ കമ്പൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ പറയും, ഞാൻ ചെറുപ്പത്തിൽ പോലീസ് ആവാനായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഒരു ഡോക്ടറായി കാണുന്ന അച്ഛൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ അമ്മയുടെ ആഗ്രഹം, നീ ഒരു ടീച്ചറായി കാണുന്നതാണ് എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് എനിക്ക് അവസരം കിട്ടിയില്ല, ഇപ്പം നീ അങ്ങനെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ അവരിലൂടെ ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക. അവർക്കൊരു പാഷനും അവർക്കൊരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇനി ചിലപ്പോൾ ചിലർക്ക് യാതൊരു രീതിയിൽ ഇന്നത്തെ കാലത്തിനോട് ഒത്തുപോകാൻ പറ്റാത്ത ജോലികളൊക്കെ ആവും ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ ഒറ്റയടിക്ക് അവരെ കമ്പൽ ചെയ്ത് അവരൊന്നും അല്ലാത്ത രീതിയിൽ അവരെ കുറച്ച് കാണാൻ പാടില്ല. പിന്നെ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ഒരുപാട് ക്രിയേറ്റീവായിട്ടും ഒരുപാട് രീതിയിലുള്ള നല്ല അച്ചീവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുന്ന നല്ല കാലിബറുള്ള മക്കളാണ് ഇന്നത്തെ മക്കൾ. കാരണം പക്ഷെ എന്താണ്, വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് നല്ല ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഒരാൾക്കുള്ളതായിരിക്കില്ല വേറെ ആൾക്കുണ്ടാവുക. അപ്പോൾ അവരുടെ സ്കില്ല് എന്താണെന്നുള്ളത് എപ്പോഴും അവർ ഫോളോ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആസ് എ പാരൻറ്റ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കുട്ടികളെ നന്നായി ഒബ്സർവ് ചെയ്യുക. അവർ പറയുന്നതെല്ലാം നന്നായിട്ട് ലിസൺ ചെയ്യുക. അവൻ്റെ അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് ഏതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സ്കൂളിംഗ് ആയിക്കോട്ടെ, പ്രൊഫഷൻ ആയിക്കോട്ടെ, എല്ലാ രീതിയിലും അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പരിധി വരെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മളും കുട്ടിയും തമ്മിലുള്ള ബോണ്ടിങ് എപ്പോഴും നിലനിർത്തുന്നിടത്തോളം കാലം ഒരു കുട്ടിയും ഈ പറഞ്ഞതുപോലെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റാത്ത ആരുമില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു കുട്ടികളും ഈ പറഞ്ഞതുപോലെ ഡ്രഗ് അബ്യൂസിലോ അല്ലെങ്കിൽ എന്ത് ഇഷ്യൂസിലായിട്ടും പോയിട്ടില്ല. അപ്പോൾ നമ്മളവരും തമ്മിലുള്ള ബോണ്ടിങ് സ്ട്രോങ് ആക്കി തന്നെ വയ്ക്കുക.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഓൾമോസ്റ്റ് നമ്മുടെ പാരൻറ്റിങ്ങിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പാരൻറ്റിങ്ങിനെ പറ്റി ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട നമ്പർ 9961317028 ആണ്. കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി.